ദുബായിലൊക്കെ ആണെങ്കിലേ ദുബായിൽ കിടപ്പോ ഈ നടക്കണവർക്കും ഫൈൻ കിട്ടും. അങ്ങനെ നടന്നാലേ ആ ഇത് ഡേഞ്ചറോടാ. അപ്പൊ അന്ന് ഫ്രീ റൈറ്റ് ഒന്ന് കയറി വരില്ല പെട്ടെന്ന്. അവരെ പറഞ്ഞിട്ട് കാര്യം ഡ്രൈവർമാർ പറഞ്ഞിട്ട് കാരണമില്ല. നമ്മുടെ നാട്ടിലും വരണോ ഇങ്ങനത്തെ റൂൾസുകൾ പറയാം. അവിടെ വണ്ടിനെ മര്യാദക്ക് ഓടിക്കാൻ. ഇത് വണ്ടി പാർക്ക് ചെയ്തതാണ്. ഇതിനൊന്നും ഫൈനില്ലേ? അത് പാർക്കിങ്ങിലാണല്ലേ. അവിടെ ജമീനവിടെ ഫുള്ള് വണ്ടി കൂടെ ഫോട്ടോ എടുത്ത് ഉടനെ ആ പാർക്കിങ്ങിലടാ വണ്ടി ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അടുത്ത വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചോട്ടുണ്ട്. തോന്നുന്ന പോലെ വിടുകയാണ്. എത്ര 15 കിടന്നുണ്ട് പാർക്കിങ്. 15-20 ഉണ്ട്. ഒരുത്തങ്ങനെ പോലീസുകാർ ബാക്കിൽ ഫോട്ടോ എടുക്കണ്ടേ. ഓ അങ്ങനെ കാശ് കൂടി നോക്കിക്കണം പോലീസുകാരനെ. അപ്പോൾ ഇക്കൂടെ ഫോട്ടോ എനിക്ക് എടുത്തിക്കാണ്ട് അവൻ പോവാ നോക്കിക്കുക. ഇതിനുള്ളിൽ നമ്മളെ നോക്കിയിട്ട് കുറച്ച് ആൾക്കാരോട് നിൽക്കുന്നുണ്ട്. കാവൽ നിൽക്കണ് കണ്ടില്ലേ. അതാണ് അങ്ങനെയൊക്കെ ബോളിവുഡ് നടനാണെന്നുണ്ട്. ഇവിടെയൊക്കെ ഫേസൊക്കെ അതിന് അത് അടുത്ത് നമ്മൾ എത്തൂല. ഏടി ഞാനിപ്പോൾ ഇതാ വയറിൻ്റെ അടുത്തുള്ളൂ ആളെ. പിന്നെ ഇവിടെ നല്ല വെറൈറ്റി ഐസ്ക്രീം ഉണ്ട്. കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടും സാധനം കിട്ടും ഇവിടുന്ന് വാങ്ങാൻ. ഇപ്പോഴത്തെ ജ്യൂസിൻ്റെ സോപ്പ് കരിപ്പ് ഉപയോഗിക്കണമല്ലോ. കടലല്ല നല്ല ഉപ്പിട്ട കടലുണ്ട്. പിന്നെ അതേപോലെ മറ്റേ വറുത്ത കടൽ. ആൾക്കാരോടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ നോക്കിയിട്ട്. ആ തലവരെയുണ്ട്. ഞങ്ങളിവിടുത്തെ മറീന നമ്മൾക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിലേക്കുള്ള എൻട്രൻസ് ഉണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റൂല. ലിമിറ്റുണ്ട് വീഡിയോസ് എടുക്കണമെന്നൊക്കെ. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കഴിയണ പോലെ എടുക്കുക. അന്നെ പറ്റിയിട്ടോ അല്ലാതെ. ഇതിനൊക്കെ തൂണിൻ്റെ വണ്ണം നോക്കാം അല്ലേ. ഇത്ര ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓഫറിൽ. ഓഫർ നല്ല നല്ല അടിപൊളി ചെരുപ്പാണ്. ഇതിൻ്റെ ക്രോക്സിൻ്റെ ചെരുപ്പുകൾ നല്ല റേറ്റ് ഉണ്ടാവില്ല. 19 കടി 19 കടിയൊക്കെ വരുന്നുണ്ട്. നാട്ടിൽ റേറ്റ് ഉണ്ടല്ല. പില്ലറിന് അത്യാവശ്യം വണ്ണുണ്ട്. ഇപ്പോൾ സ്കേർട്ട് ചെയ്യാല്ല. ഞങ്ങൾ എക്സ്ട്രാ വഴി മലക്ക് പോവുകയാണ്. ഇപ്പം ലിഫ്റ്റൊക്കെ ഉണ്ട്. ലിഫ്റ്റ് പോയിട്ടില്ല. ഫസ്റ്റ് ഫ്ലോർ തന്നെയാണ് വരുന്നത്. നാളൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ എൻട്രിയാണ്. പെർഫ്യൂമൊക്കെ ഉണ്ട്. അത് ഊതിൻ്റെ ഷോപ്പായിട്ട് കാണുന്നത്. നല്ല ഊതലൊക്കെ ഉണ്ട്. നല്ല റേറ്റ് ഉണ്ടാവും. അമേരിക്കൻ ഈഗിൾ. അമേരിക്കയുടെ എങ്ങനെ വേണം അങ്ങനെ വേണം. ഞാൻ അവിടെ കൂടെ പോകേണ്ടി വരും. അവിടെ ഷോപ്പായിരിക്കും മിക്കവാറും. റോളക്സിൻ്റെ വാച്ചാ എഡ്ജിൻ്റെ ടൈറ്റിനൊക്കെ വാച്ച്. നീ അറിയില്ലേ എൻ്റെ വില ഒക്കെ എത്ര ഉണ്ടെന്ന്? എടാ 1843. എത്ര അല്ല 68 കടി. സൂപ്പർ പോയി 5 കടി കിട്ടുമോ? എന്താ വാച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ കൊണ്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ തന്നെയാണ് വഴി. ഇതിൻ്റെ ലേഡീസ് സെക്ഷനാ. കുട്ടികളുടെ ഷോപ്പുണ്ട്. ഇവിടുന്ന് ഫോട്ടോ എടുത്താലോ? കാണോ? പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. പെർഫ്യൂം ഷോപ്പാണ്. ഇവിടെ ശരിക്കും റീൽ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമല്ലേ? റീൽസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം. ആൾക്കാർ കൊണ്ട് നിൽക്കാൻ
ഇവിടെ അടുത്തൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. സെക്ഷനാണ്. എന്താ ശരിക്കും ബൈക്കില് സിയോ സ്റ്റാർട്ടിങ്ങിനാണ് വണ്ടി ഇല്ല. അതിന് ഡിസ്പ്ലേ ഒക്കെ അതിൻ്റെ ഇതൊക്കെ ഡിസ്പ്ലേ ഒക്കെ ക്യാമറ അണ്ടേ പക്ക ക്ലാരിറ്റിടാ. ഇത്ര സെൻസർ ഇതെന്താ കേസ് ഇങ്ങനെ പറയുന്നത്? സാധനം കമ്പാഗിങ് ഇത് എവിടുത്തെ ഫുഡാണ്? കുവൈറ്റ് ഫുഡ് തന്നെയാണോ? നല്ല അടിപൊളി സ്വീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വരുന്നത് ഫ്രൂട്ട്സിലൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കല്? ആ ഒന്നും ഉണ്ടായിരുന്നു 4 ആൾ കഴിക്കാലോ. ക്യാമറ അടിച്ചാലും പോകേണ്ടി വരും. നല്ല സ്മെല്ലിട്ടുള്ളൂ. ഫാസ്റ്റ് ഫുഡല്ലേ? ഇങ്ങനെന്താ തണുപ്പൊന്നില്ലേ? കറങ്ങുന്നുണ്ടോ? നിർത്തി. ഞങ്ങളിവിടെ ഹാപ്പി ടൗണിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യാൻ ഒരാൾ നിൽക്കണ്ടേ. ഇവിടെയൊക്കെ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ഇങ്ങനെ ഒഴിഞ്ഞു പോവില്ല. ആ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് കാര്യമൊന്നുമില്ല. കുട്ടികളുടെ പക്ഷെ കാണാനായിട്ടുണ്ട്. കുട്ടികളെ റൈഡ് നടത്തുന്ന പാർക്കാണ്. നമ്മുടെ ചങ്ങനകുളത്തുകാരനാണ് ചെക്കനെ. അവിടെ നിന്ന് കണ്ടു ഊട്ടി. അവിടെ എന്തല്ലയോ ആ അങ്ങോട്ട് നോക്കാതിരുന്നോ? ഇതന്നെ തല കറങ്ങിട്ട് ഫോണ് തെറിച്ചായിരുന്നാ മതി. ചെക്കന് എന്തെങ്കിലും പേടിച്ചിട്ട് തല കറങ്ങുന്നോണ്ട് ഇല്ലടാ. അങ്ങനുണ്ട് സംഭവം. ഞങ്ങളവിടെ വെറുതെ നിന്ന് പോകാനും പിടിച്ച് കയറ്റിയതാണ്. രണ്ടാൾ കിളി പോയി നിൽക്കുകയാണ് ഇപ്പോൾ.
ലെഫ്റ്റിൽ പോയി അണ്ണാനെ പോലെ നിൽക്കണേ. ഞങ്ങളവിടുന്ന് കുട്ടികളെ പാർക്കിനൊക്കെ ഇറങ്ങി പത്തനെ വീണേ. നേരെ ഞങ്ങൾ ബീച്ച് സൈഡിലാണ് പോണത്. ഇതിനുള്ളിൽ കൂടെ പോകട്ടോ. ഞാൻ നമ്മളെ ബീച്ച് സൈഡിലുള്ള വഴിയാണിത്. ഇത് ഈ പാലം എന്തിനാണ് നിർമ്മിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇതിനപ്പുറത്ത് ഇതാണല്ലേ റോഡാണ്. ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നേരെ മാറിന് ഡയറക്റ്റായിട്ട് ബീച്ചൊക്കെ പോവുക എന്നതിന് ഉദ്ദേശം. ഓനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇത് ഫോട്ടോ അല്ലാതെ എനിക്കെല്ലാം അറിയുള്ളൂ. വ്ളോഗല്ലേ, ഫോട്ടോ അല്ല. എനിക്ക് വേറെ ഫോട്ടോ എടുത്തരും. വേറെ ഫോട്ടോ വേണോ? ഫോട്ടോ വേണോ? ഒരു ഇത് ഞങ്ങൾ നേരെ മാളിനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ബീച്ചുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല കടൽക്കാക്കകളുണ്ട്. അതാ നല്ല അടിപൊളിയായിട്ട് കടൽക്കാക്കകൾ. ഇതൊന്നും പേടിയില്ല കേട്ടോ. അത്രയും ആൾക്കാരവിടെ നോക്കി നിൽക്കുന്നുണ്ട്. വീണ്ടും കടൽക്കാക്കലുണ്ടല്ലോ പറന്ന് കളിക്കുന്നത്. വെള്ളത്തിന് മേലെ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. താറാവൾ പോണ പോലെ തന്നെയാണ് കടൽക്കാക്കൽ. ആക്ച്വലി കാലം അങ്ങനത്തെ ഒരു കാലമാണ്. ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ. കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്ത് കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഷിപ്പ് ഇതിൻ്റെ മേലെ കണ്ടില്ല ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ പാർട്ടി നടത്താറാണ്. ബർത്ത്ഡേയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടി എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പോൾ കടലിന് നടുവ് കൊണ്ടെങ്ങാണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുക. അടുത്തല്ലേ ഇതൊക്കെ പൊട്ടുന്ന സൗണ്ട്. ഇവിടെ അപ്പുറത്ത് നല്ല സൂര്യനൊക്കെ എല്ലാം ഉദിച്ച് ഇപ്പോൾ ഇതാട്ടോ ആസ്തമിക്കാനായിട്ടുണ്ട്. ഒരിക്കലും ആസ്തമിക്കാനായിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ വെള്ളത്തിൽ വേസ്റ്റ് ഒക്കെ എടുക്കുന്നത് തോണിയിൽ. ഏത് നാട്ടുകാരെന്ന് അറിയില്ല. കണ്ടിട്ട് നമ്മൾ ഇന്ത്യക്കാരിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഇതിലുള്ള വേസ്റ്റ് കച്ചറ മൊത്തം ഒക്കെ നല്ല ക്ലീനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഈ സ്ഥലം. ഇവിടെ ഈ കാണുന്നതൊക്കെ എന്നത് ഫുഡ് ഇട്ടെടുത്താണ്. കുബൂസും റൊട്ടി അങ്ങനെ ബ്രെഡൊക്കെയാണ്. അതിൽ വേറെ പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്തതിനാൽ അവർ ഒഴിവാക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ബോട്ടാണിത് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ ഉണ്ടല്ലേ. അപ്പുറത്ത് ഒരുപാട് ബോട്ടുകളുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ പോകാനുള്ള ക്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നത്. ആയിക്കൂടെ ഒരു വഴി അവിടെ കാണുന്നുണ്ട്. അവർക്ക് അങ്ങനെ പോകേണ്ടി വരും. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. വന്നിട്ടുണ്ട് കുട്ടികളത്തൊക്കെ. ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ കുട്ടികളെ റൈഡൊക്കെ ഇട്ട് അതാ കണ്ടില്ല. പോലീസ് ഇതാണ് ഇവിടുത്തെ പോലീസ്. ഹെവി പോലീസാണ്. പോലീസാണ്. ഞങ്ങൾ പോയിരുന്നൊക്കെ എന്താ രസം. ഉള്ളൂ പോലീസാണ്. പോലീസ് രസമുണ്ടല്ലേ. ഇവിടെ കണ്ടില്ല പ്രാവളൊക്കെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി വന്ന് നോക്കണേ.
3 ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ പുറത്തും പറ്റില്ല ആവട്ടെ നല്ല അത് നല്ല ഉണ്ടാവും തണുപ്പുണ്ട് ഏതാ സാധനം പോണെന്ന് നോക്കാം ആർലി ഒന്നൊന്നുമല്ല അല്ലേ സൗണ്ട് നോക്കാം ലക്ഷറി വണ്ടി തന്നെ ഫുള്ള് ലക്ഷറി അല്ലേ വെഹിക്കിളെ നോക്കി അത് നിൽക്കണമെന്ന് ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എടുത്ത BM തന്നെ ഫുള്ള് ലക്ഷറി വെഹിക്കിള് ഇഷ്ടം പോലെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ ബീച്ച് സൈഡിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് സ്റ്റേഡിയം ഉണ്ടാക്കുന്നുണ്ട് എനിക്കൊന്നും ഇവിടെ റൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ചയൊക്കെ ഉണ്ടാവാൻ മിക്കവാറും ചാൻസ് കൂടുതലാണ് എന്നാണെന്ന് അറിയില്ല ഇനി കഴിഞ്ഞതല്ല എന്തായാലും കാരണം ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് നിരപ്പാക്കുന്നുണ്ട് എന്തോ വരാണ്ട് കാര്യമായിട്ട് എല്ലായിടത്തും ഫാമിലികൾ എല്ലായിടത്തും ഇരിക്കും കേട്ടോ ഞങ്ങൾ നേരെ ഞാൻ അവിടെ കുറച്ച് ആൾക്കാരുടെ ചൂണ്ടലിടുന്നുണ്ട് ഞാൻ കണ്ടോ ചൂണ്ടലിടുന്നത് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത് ഇപ്പോൾ അവിടെ പോയിട്ട് മീനെ കിട്ടുന്നുണ്ടാവില്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ ഉണ്ടല്ലോ ഒരാൾ ചൂണ്ടലിടുന്നുണ്ട് അപ്പോൾ പോയോക്കട്ടെ മീനെ കിട്ടിക്കണോ ഇല്ല എന്നൊന്നും അറിയില്ല എന്താ അവസ്ഥ എന്ന് കടല് ഇതായിട്ട് സെൽമിയൻ്റെ സൈഡാണ് ഈ കാണുന്നത് മൊത്തം വെള്ളത്തിന് നല്ല അടിപൊളി കളർ കേട്ടോ നീല കളറിൽ മീനുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല ചൂണ്ടലിടുന്നുണ്ടില്ല ഇവിടെ ശരിക്ക് കാണാൻ പറ്റും എത്ര വിമാനങ്ങൾ പോകുന്നുണ്ട് കണ്ടില്ലേ അവിടെ ഇഷ്ടം പോലെ ഇതാണ് മെയിൻ ഇന്റർനാഷണൽ ഹൈവേ നമ്മുടെ കൂടുതൽ ലൈവിൽ കണ്ടിട്ടുണ്ടോ ഇതാണ് പിന്നെ ഏർപ്പാത നല്ല പാട്ടൊക്കെ കുറേ ചൂണ്ടിടുന്ന അവിടെ കിട്ടിയതൊക്കെ പൂച്ചക്ക് നടക്കണേ ഇവിടെ മത്തിയാണ് ഇതിന് മത്തിൻ്റെ അതിൻ്റെ തലൊക്കെയാണ് ഉപയോഗിക്കണത് പാട്ടുകൊണ്ടാണ് കേൾക്കേണ്ടതെന്ന് അറിയില്ല